പ്രിയപ്പെട്ടവരെ, ഞാനിന്നുള്ളത് തലശ്ശേരി ചുങ്കം ജുമാ മസ്ജിദിന്റെ മുമ്പിലാണ് കേട്ടോ. നമ്മുടെ നബിദിനൊക്കെ വരികയാണല്ലോ, അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കുട്ടികളും രക്ഷിതാക്കളും കമ്മിറ്റിക്കാരും നാട്ടുകാരെ കൂടിയിട്ട് ഒരു അടിപൊളി എക്സ്പോ നടത്തുന്നുണ്ട്. എക്സ്പോന്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു എക്സ്പോ തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ നമ്മളിതാ മദ്രസ ഹാളിന്റെ മെയിൻ എൻട്രൻസിന്റെ അവിടെയാണ് ഉള്ളത്. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കി നോക്കും. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മുടെ പിള്ളേർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരുപാട് കലാവിരുദ്ധകളുണ്ട് അല്ലേ? ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയല്ലേ? അതെ, ഇത് ചിരട്ട കൊണ്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഇവിടെ വന്നിട്ട് കാണണം. ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇവർ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത്. അതെങ്ങനെയായിരുന്നു? നമ്മള് 2 മണിക്കൂർ കൊടുത്തിട്ട് ലൈവായിട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ഇത്. കടലാസ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. അതെ അതെ. കാരണം ഇതിനൊക്കെ അവര് ആ ചുരുങ്ങിയ ടൈമുകൾക്കുള്ളിൽ അവർ എന്ത് ചെയ്തു, ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ് നമ്മൾ അതിന്റെ ഇത്. കാരണം മത്സരങ്ങളാണല്ലോ ഇത്. കണ്ടാൽ തന്നെ നമുക്ക് ഒറിജിനൽ പൂക്കളമാർക്ക് തോന്നുന്നത്. ഇതൊക്കെ നമ്മള് കടലാസ് കൊണ്ട് നിർമ്മിച്ചതാണ്. ഞങ്ങൾ ഇവിടെ പറയാൻ പോകുന്ന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു അത്ഭുതമായ താജ്മഹലിനെ പറ്റിയാണ്. എത്ര സമയം കൊണ്ടാണ് നമ്മൾ ചെയ്തത്? 2 മണിക്കൂർ കൊണ്ടാണ് ചെയ്തത് അല്ലേ? വളരെ മനോഹരമായിട്ട് വെറും ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര അതിശയം തന്നെ കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു എക്സ്പോ ഞാൻ ആദ്യമായിട്ടാണ് നബിദിനത്തിനൊക്കെ കാണുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരെന്താന്നൊക്കെ ഉസ്താദ് ഇനി പറയുന്നുണ്ടാവും ഡീറ്റെയിൽ ആയിട്ട്. ഒരു ഹജ്ജിന് പോകുന്ന ആൾക്ക് വളരെ നല്ല രീതിയിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവരിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇതുപോലെ പറഞ്ഞു തരുന്നുണ്ടാവും. അത് നിങ്ങൾ ഇവിടെ വന്നിട്ട് കാണുക. ഇവിടെ കാപ്പി, ചായ, വെള്ളതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിള്ളേര്. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും കംപ്ലീറ്റ് ഇതുപോലെ എക്സ്പോന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ മുകളിലേക്ക് പോയേക്കാം. ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ ഇതാ ഒരുപാട് പിള്ളേര് ഒരുപാട് സംഭവങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് സമയ ലിമിറ്റേഷൻ ഉണ്ട്. ഉസ്താദ്, ഇവിടെ ഈ ഭാഗത്ത് എന്താണ് മെയിനായിട്ട്? ഇത് ഹജ്ജ് എങ്ങനെയാണ് പെട്ടെന്ന് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിലാക്കാൻ രീതിയിലാണ് ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുള്ളത്. മിനയിലേക്ക് വന്നു. മിന എന്ന ഹജ്ജിത്തെ ആൾക്കാർ താമസിക്കുന്ന ടെന്റുകൾക്കാണ് മിന എന്ന് പറയുന്നത്. പിന്നെ അർഫയിലേക്ക് പോകുന്നു. അതിനുശേഷം വീണ്ടും മുസ്ദലിഫിലേക്ക് പോയി അവിടെ നിസ്കരിച്ച് അവിടെ അടുത്ത ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. കുറച്ച് ലെങ്ത് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് വരിക, ഇതെല്ലാം കാണാം കേട്ടോ. ഇതിങ്ങനെ ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഡീറ്റെയിൽ നിങ്ങളിവിടെ വന്നിട്ട് വേണം കാണാൻ. അല്ലെങ്കിൽ എന്താവും, വീഡിയോ ലെങ്ത് ആവും. അപ്പൊ നമ്മളിതാ കാബയുടെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഇത് ആരാണ് നിർമ്മിച്ചത്? അതുപോലെ തന്നെ എന്താണ് ഇവിടെ നമ്മൾ ആക്ടിവിറ്റി, എന്താണ് ഇവിടുത്തെ? നമ്മള് ഇപ്പൊ ചെറിയ പല ആൾക്കാർക്കും കാബ കാണാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ പോകാനുള്ള പ്രയാസമോ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അവർക്കൊക്കെ പെട്ടെന്ന് നമ്മള് അവരുടെ കാബ അടുത്ത്, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കാബ നമ്മൾ നേരും മുന്നിൽ കാണുന്ന രീതിയിൽ അത്രേപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. തവാഫ് കഴിഞ്ഞതിന്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഇവിടെ നിസ്കരിക്കണം. നമ്മളിപ്പോ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്? ഇവിടെ നമ്മൾ സയൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ ഖുർആനിന്റെ അടിസ്ഥാനത്തില് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രവർത്തനം ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നൂതനമായ ഈ കാലഘട്ടത്തില് സമൂഹത്തിനോട് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ചിത്രീകരണ ലെവലിൽ നമ്മൾ കാണിച്ചു കൊടുക്കുക. മൂസാ നബിയുടെ ഒരു ചരിത്രമാണിത്. കഅബ ഷരീഫ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അബ്രഹത്തും സംഘവും ആനപ്പുറത്ത് വരികയാണ്. നബിക്ക് നുബുവത്ത് കിട്ടി എന്ന് എല്ലാ ജനങ്ങളോട് പറഞ്ഞപ്പോൾ ആ ജനങ്ങളൊന്നും വിശ്വസിച്ചില്ല. യാക്കൂബ് നബിയുടെ മക്കളില് യാക്കൂബ് നബിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് യൂസഫ് നബി ആയിരുന്നു. ഇത് ചീത്ത ബ്ലഡും ഇത് നല്ല ബ്ലഡുമാണ്. ഇത് യൂനുസ് നബിയുടെ ചരിത്രമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആരുണ്ടാക്കി ഈ സംഭവം? എല്ലാവരും കൂടി ഉണ്ടാക്കി തന്നെ. ഇതെങ്ങനെ ഗെയിം? ഇവിടെ വെച്ചിട്ട് പുഷ് ചെയ്തിട്ട് അതിൽ കിട്ടണം. അപ്പൊ എന്തെങ്കിലും സമ്മാനം ഉണ്ടോ? സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ വെച്ചിട്ടുണ്ട്. നേരെ ഇതിൽ കിട്ടാലോ? ഇത് ചന്ദ്രയാൻ 3 ആണ്. ISROന്റെ ഒരു ഉപഗ്രഹമാണ്. നമ്മൾ ചന്ദ്രനിലേക്ക് അയച്ച ISROന്റെ ഉപഗ്രഹമാണ് ഇത്. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് എനിക്ക് ഇതാക്കിട്ട് കാണിച്ചു തരാം. അത് ജസ്റ്റ് ഒന്ന് പൊങ്ങും. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് ഇങ്ങനെ പൊങ്ങൂല്ലേ? ഈ ബക്കറ്റിന്റെ പകുതി ഭാഗത്ത് കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് പിന്നെ കടയിലൊക്കെ കിട്ടും കർപ്പൂരം. അത് 2 പാക്കറ്റ് എടുത്ത് ഇതിലിടുക. പിന്നെ കർപ്പൂര വെള്ളം കലക്കി വെച്ചിട്ട് തല മുതൽ കാല് വരെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. സ്ത്രീകളുടെയാണ് അവർ കാണിച്ചു തരുന്നത് കേട്ടോ. പുരുഷന് 3 വസ്ത്രമാണ് അറിയാലും സ്ത്രീകൾക്ക് 2 വസ്ത്രം ഉണ്ടാവുള്ളൂ. ഇടതു ഭാഗത്തേക്ക് തലയും വലതു ഭാഗത്തേക്ക് കാലുമായിരിക്കണം. മുഖം കിബിലക്ക് നേരെയായിരിക്കണം. പുഴുക്കളും പാമ്പുകളും ഇഴജന്തുക്കളും ഉണ്ട്. പിന്നെ ഇവിടെ ഈ പ്രകാശം കാണിക്കുന്നത് തീയായിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ടുവരാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്തെങ്കിലും? അങ്ങനെ മെയിനായിട്ട് കാരണം നമ്മൾ ഉസ്താദ് തന്നെയാണ്. ഉസ്താദിന്റെ അനുഭവങ്ങളാണ് ഉസ്താദ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടൊന്ന് ഇത്ര വിശ്വാസം ഉണ്ടാകുന്നില്ല അത് ഇത്ര സക്സസ് ആവുന്നുള്ളത്. അൽഹംദുലില്ലാഹ്
അടിപൊളിയായി. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ ഉസ്താദ് തന്നെയാണ് അല്ലേ? ഉസ്താദ് പറഞ്ഞില്ല കേട്ടോ, ഉസ്താദ് നാട്ടുകാരും കമ്മിറ്റിക്കാരും അങ്ങനെ ഒരുമിച്ചാണ് പറഞ്ഞത്. ഇവിടെ പ്രത്യേകം എന്താ വെച്ചാല് എന്ത് ചെയ്താലും കട്ടക്ക് നിൽക്കുന്ന കമ്മിറ്റി ഉണ്ടാവേണ്ട സന്തോഷമാണ്. എതിർപ്പില്ല, എന്തിനും നമ്മള് പ്രോത്സാഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനുള്ള താല്പര്യം നമുക്കുണ്ടാവും. അതെ അതെ, അതുകൊണ്ടാണ് ഇത്രയും വിജയിക്കാനുള്ള ഒരു കാരണം. ഉസ്താദ് സത്യം പറഞ്ഞിട്ട് ഞാനിത് കംപ്ലീറ്റ് കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ നബിദിനുമായി ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ നമ്മുടെ പള്ളി മഹലുമായി ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ കുട്ടികൾക്കൊക്കെ അവരെ കഴിവുകൾ തെളിയിക്കാനും അതുപോലെ തന്നെ മദ്രസ പഠനകാലത്ത് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് വരുമ്പോൾ അവർക്കൊന്നും കൂടി ഒരു ഇൻട്രസ്റ്റ് ആവാനുള്ള ഒരു ചാൻസ് കൂടിയായിട്ട് എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ കണ്ടപ്പോൾ ഇതിൻ്റെ പിന്നിൽ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ടീം വർക്കിനുണ്ട് എനിക്ക് തോന്നി. എങ്ങനെയാണ് ഇതിലേക്കൊന്ന് എത്താനുള്ള കാരണം? നമ്മുടെ ഈ ഒരു നമ്മളെ മദ്രസ ലെവലില് ഞങ്ങളെ ഗുൽസാര മദീന 2025 മീലാദ് ഫെസ്റ്റ് എന്ന പേരില് ഒരു ടീമിന്റെ കീഴിൽ 3 ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ 3 ഗ്രൂപ്പുകൾ ഹുദുഹുദ്, ബുൽബുൽ, ദുൽദുൽ 3 ഗ്രൂപ്പുകളാണ്. അങ്ങനെ അവർക്കിടയിൽ ഒന്ന് ക്രിയാത്മകമായി ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോഴും കുട്ടികൾ എനർജറ്റിക് ആയിരിക്കണം, എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളൊരു താല്പര്യം നമുക്കെപ്പോഴും. വെറും പഠനം മാത്രമാകുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ചിന്ത കൂടി നമുക്ക് ഇതിന്റെ പുറകിലുണ്ട്. കാരണം ഇതിന്റെ കാരണം കൊണ്ട് കുറെ കുട്ടികളെ ഈ മന്ദീഭവിച്ചിരുന്ന പല കുട്ടികൾക്കും ഭയങ്കര ഒരു ഊർജം, അവർക്കൊരു കരുത്ത്, ഒരു താല്പര്യം, ഇതിനോടൊക്കെ എന്തെങ്കിലും നന്മ ചെയ്യണം, എന്തെങ്കിലും കൂടെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അത് വലിയ സന്തോഷമായി. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടേ ഒരു ടീം വർക്ക് എന്തായാലും ആവശ്യത ഉണ്ടല്ലോ. അപ്പൊ ഇതിന് സപ്പോർട്ട് ചെയ്തായിട്ട് ആരൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കാനൊക്കെ ഉണ്ടായിട്ടില്ല? ഞങ്ങളിവിടെ 5 ഉസ്താദന്മാരാണ്. ഞാൻ ചോദിക്കാൻ കാര്യം എന്താ വെച്ചെങ്കിൽ ഒരുപാട് മഹല്ലുകളുണ്ട്, അവർക്കും ഇതൊരു പാഠമായിട്ട് അവർക്കും ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പൊ ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? മഹല്ല് കമ്മിറ്റി ഭയങ്കര സപ്പോർട്ടാണ്. ഉമ്മമാരും ഉപ്പമാരൊക്കെ അതിനോട് വലിയ താല്പര്യം ആഗ്രഹം പ്രകടിപ്പിച്ചു. കാരണം അതുകൊണ്ടല്ലേ കുട്ടികൾ ഈ ടൈം എത്ര ദിവസത്തേക്ക് ഉണ്ട് ഈ പരിപാടി? ഇല്ല, ഇൻഷാ നാളെ വൈകുന്നേരം വരെ ഉള്ളൂ അല്ലേ? ആകെ 2 ദിവസമാണ്, ഇന്നും നാളെ മാത്രമാണ് പരിപാടി. ശരി, ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് മഹല്ലുകൾക്ക് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ നമ്മൾ മദ്രസ ലെവലില് പൊതുവെ മദ്രസ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ചിലപ്പോൾ പുച്ഛത്തോടെ മതം മാത്രമല്ലേ പഠിപ്പിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറ അങ്ങനെയാണ്. പക്ഷെ മദ്രസയിലും നമുക്ക് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് കാണിച്ചു കൊടുക്കാമെന്നുള്ളത് അതൊരു ഇപ്പോൾ കാരണം നമ്മളിങ്ങനത് ചെയ്തുകൊണ്ട് മദ്രസ ലെവലിൽ തന്നെ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് സമൂഹത്തിന് ചിലത് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ഉത്തരവാദിത്ത ബോധം നമുക്കുണ്ട്. കുട്ടികൾക്ക് പോലും ഉണ്ടായി എടുത്തു എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു, പക്ഷെ നടത്തി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. തീർച്ചയായും അടുത്തുള്ള മഹലിലുള്ളവരാണെങ്കിലും ഈ വീഡിയോ കാണുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് ഇവിടെ വരിക, അതുപോലെ തന്നെ ഈ പിള്ളേരൊക്കെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഇവിടെ കിട്ടുന്ന അറിവുകളൊക്കെ നിങ്ങൾ നേടുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അസ്സലാമു അലൈക്കും.